ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് അങ്കമാലി സ്പെഷ്യലായിട്ട് നമുക്ക് പോർക്കും കൂർക്കയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ നമുക്ക് ഈസ്റ്റർ സ്പെഷ്യലായിട്ട് ഈ ഒരു പോർക്കും കൂർക്കയുടെ റെസിപ്പി നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ പോർക്കൊക്കെ ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പോർക്ക് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് പോർക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് കൂർക്കയും കൂടി ഇട്ട് കുക്ക് ചെയ്തെടുക്കാനായിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പോർക്കിൽ തന്നെ അത്യാവശ്യം വെള്ളമുണ്ട്. ഒന്ന് മിക്സ് ചേർത്ത ശേഷം ഇതിലേക്ക് കോക്കനട്ട് വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതില്ലെങ്കിൽ സിന്തറ്റിക് വിനീഗർ ചേർത്ത് കൊടുത്താൽ മതിയാകും. കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കുക്കർ അടയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് ആവി വരുമ്പോൾ വെയിറ്റ് ഇട്ടതിന് ശേഷം ഒരു 3 വിസിൽ വരുന്നത് വരെയാണ് ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി നമ്മൾ കൂർക്കയായിട്ട് കുക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ 3 വിസിൽ വന്ന് കംപ്ലീറ്റ് പ്രഷർ പോയ ശേഷം കുക്കറിൻ്റെ വെയിറ്റ് മാറ്റിയിട്ട് കുക്കർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ പോർക്കൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ പോർക്ക് നല്ല പാകത്തിനാണ് കുക്കായി കിട്ടിയിരിക്കുന്നത്. ഓവറായിട്ട് കുക്കായി പോയിട്ടുമില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് വെള്ളമൊന്നും കളയുന്നില്ല. ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഇനിയും കൂർക്ക കുക്ക് ചെയ്തെടുക്കുന്നത്. ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചുവന്നുള്ളി, അതുപോലെ തന്നെ സവാള, ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, കറിവേപ്പില, കുറച്ച് ഉപ്പോടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ലൊരു ഗോൾഡൻ കളറാകുന്നത് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ നല്ല പാകത്തിന് വഴന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 2 ടൈപ്പ് മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല. ഇത്രയാണ് നമ്മൾ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ റോ ടേസ്റ്റ് ഒക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പോർക്ക് വേവിച്ചത് അതിൻ്റെ സ്റ്റോക്കോടുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള കൂർക്കയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കൂർക്കയൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിൽ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോർക്കൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൂർക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം, എരിവിന് ആവശ്യത്തിനായിട്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതുപോലെ തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ നമുക്കിത് അടച്ചു വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് കൂർക്ക കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അടുക്കി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കൂർക്കയൊക്കെ ഇപ്പോൾ നല്ല പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്ത ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കണം. ഓവറായിട്ട് ഗ്രേവി വേണ്ട. കുറച്ച് നേരം ഇട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വറ്റിച്ച ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പോർക്കും കൂർക്കയും ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ചൂടാറി കഴിഞ്ഞ ശേഷം ഇത് സെർവ് ചെയ്യാം. ചൂടാറി കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കാവും. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോർക്കും കൂർക്കയുടെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈസ്റ്ററിന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുത്. നെക്സ്റ്റ് റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.